പക്ഷെ അവന്റെ ഉള്ളിൽ സത്യമുണ്ട്. അവന്റെ ഉള്ളിൽ കർത്താവ് ഈശോമിശിഹായുണ്ട് മാമോദീസായിലൂടെ. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, അതൊക്കെ അവര് നിന്റെ തവണ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ അപ്പൊ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടാണ് അവരെ വിശുദ്ധ കുർബാനയ്ക്ക് തയ്യാറാക്കുന്നത്? നുണ. ആ നുണ അവനെ സ്വതന്ത്രമാക്കുമോ? അവനെ സ്വതന്ത്രമാക്കുന്നത് ആരാ? പഠിപ്പിച്ച ടീച്ചറോ, പഠിപ്പിച്ച അമ്മയോ, അതേ കർത്താവ് ഈശോമിശിഹായോ, അവന് വേണ്ടി രക്തം ചിന്തി മരിച്ച ഈശോമിശിഹായോ? അപ്പൊ ഈശോമിശിഹ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് എന്താണെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഇല്ലേ? ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ഈ കുഞ്ഞാടിന്റെ വിരുന്ന് സ്വീകരിക്കാൻ നീ വരുമോ? നമ്മുടെ ലത്തീൻ കുർബാനയിലെ ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. സമാധാനം നൽകുന്നതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ പരിഗണിക്കാതെ സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ. അത് ഇംഗ്ലീഷിലാണ് എന്നെ സ്പർശിച്ചത്. ഇംഗ്ലീഷിലേക്ക്, ഓ ലോർഡ് ഡോണ്ട് ലുക്ക് അറ്റ് അവർ സിൻസ്. പറഞ്ഞെല്ലാവരും, ഓ ലോർഡ് ഡോണ്ട് ലുക്ക് അറ്റ് അവർ സിൻസ് ബട്ട് ലുക്ക് അറ്റ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച് ആൻഡ് ഗ്രാന്റ് us peace. മനസ്സിലായോ? ലുക്ക് അറ്റ് ദ ഫെയ്ത്ത്. അപ്പോൾ ഫെയ്ത്ത് ആണ് ഇമ്പോർട്ടന്റ്. ഫെയ്ത്ത്. നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയല്ല, നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശ്വാസത്തിലൂടെ. വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ രക്ഷയുടെ രഹസ്യത്തിന്റെ കാര്യത്തിലല്ല. ഒരു വിശ്വാസി പരോപകാര പ്രവൃത്തികൾ ചെയ്യണം, എങ്കിലേ അവൻ സഹോദരങ്ങളെ സ്നേഹിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് സഹായം ചെയ്യണം. അവനോട് പറയാണ് നീ. പക്ഷേ അതിനെല്ലാം മുൻപ് യേശുക്രിസ്തു നമുക്ക് എന്ത് ചെയ്തു എന്ന് വിശ്വസിക്കാതെ എങ്ങനെയാ നമ്മൾ വിശ്വാസിയാകണേ? അപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം, കുഞ്ഞുനാൾ മുതൽ നമ്മളെ പഠിപ്പിച്ചേക്കണത്, നീ ഇന്നത് ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകും, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകും, നന്മ ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും. ഇതല്ല സദ്വാർത്ത. ഒരുപക്ഷെ കുഞ്ഞുനാളിൽ അങ്ങനെയൊക്കെ പറയണം, അല്ലെങ്കിൽ അവർക്ക് എന്താ മനസ്സിലാകണേ. പക്ഷേ പ്രായപൂർത്തി വരുമ്പോൾ, അതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിനെ കുറിച്ചും ദൈവരാജ്യത്തിന്റെ നീതിയെക്കുറിച്ചും ഉള്ള പൂർണ്ണമായ ഒരറിവിലേക്ക് വരുമ്പോൾ മാത്രമേ അപൂർണമായി പോകുള്ളൂ. അപ്പോൾ വിശ്വാസം വളരുമ്പോൾ പാമ്പിന്റെ പടം കൊഴിയുന്ന പോലെ. എങ്ങനെയാ പാമ്പിന്റെ പടം കൊഴിയുന്നത്? പാമ്പിന് വേറെ പുതിയ ഒരു തുകൽ ഒരു ചർമ്മം വന്നിരിക്കുന്നു, ഒരു സ്കിൻ വന്നിരിക്കുന്നു. അപ്പോ മറ്റേ സ്കിൻ താനെ ഒഴിയും. നമ്മൾക്ക് വിശ്വാസം, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ ദൈവശക്തിയായിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കാം ഒരു ചോദ്യം. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ. കൈവീശുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ട്, ഒന്ന് സ്നേഹിച്ച്, ഒന്ന് തട്ടി. മനസ്സിലാവണ്ട എന്തിനാന്ന്? കാരണം തോമസ് പോൾ ബ്രദറിന്റെ ടോക്ക് കേൾക്കാൻ വളരെ സുഖം. അങ്ങനെ ആ കേട്ട് 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 അങ്ങനെ ആ മാധുര്യത്തിൽ അങ്ങ് ലയിച്ച് ഉറങ്ങാനും സുഖം. പിന്നെ ഇപ്പൊ അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഈ അടുക്കളയിൽ നിന്നൊക്കെ വിട്ട് മര്യാദയ്ക്ക് ഒന്ന് ഇവിടെ വന്നിരുന്ന് വല്ലവരും ഉണ്ടാക്കി തരേണ്ട ഭക്ഷണവും കഴിച്ച്
ഒന്ന് സമാധാനത്തിലൊന്നിരിക്കാം. ആ ചട്ടിയും കലവും അതിൻ്റെ കരിയും തട്ടുമുട്ടും ഒക്കെ വിട്ടിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇത് വളരെ നല്ലതാണ്. ഐ റെക്കമെൻഡ്. ധ്യാനത്തിനൊന്നും മനസ്സിലായില്ലെങ്കിലും ഒന്ന് അടുക്കളയിൽ നിന്ന് ഒരു 3-4 ദിവസത്തേക്ക് മാറി. ഇല്ല സിസ്റ്റർ, നല്ല കാര്യമല്ലേ? എന്താ നിങ്ങൾ എന്ത് പറയണം? ഇങ്ങനെ ഒരു നല്ല ഐഡിയ അല്ലേ? അതുകൊണ്ടാണ് എല്ലായിടത്തും സ്ത്രീകളാണ് കൂടുതൽ ധ്യാനത്തിന് പറയുന്നത്. കർത്താവിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നത്. കാരണം കർത്താവിനോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും കർത്താവ് ഭക്ഷണം തരാണ്ട് വിടൂല. അപ്പൊ അവർക്ക് വീട്ടിലും അടുക്കളയും ആ പുകയും കരിയും പാത്രവും കഴുകേണ്ട ഇതൊന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രം. 125 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതലുള്ളവരൊക്കെ സ്ത്രീകളാണ്. പക്ഷെ ഇത് തമാശ പറഞ്ഞാണെങ്കിലും ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ അമ്മമാർക്ക് ഒരു വിശ്രമം വേണം. എത്ര വർഷമായിട്ട് ഈ അടുക്കളയും ഈ ചട്ടിയും ഈ കലവും ഈ തേങ്ങ ചിരണ്ടലും ഇതായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മാത്രം മതിയോ? പോരാ. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവർ കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കണം. അവർ ഇടയ്ക്കിടയ്ക്ക് ആ ജോലികളിൽ നിന്നെല്ലാം റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥിരം ചെയ്യണ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വാ. അത് നമ്മൾ അത് കഴിഞ്ഞ് കൂടുതൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയും കിട്ടും, നമുക്കൊരു വിശ്രമമെല്ലാം കിട്ടും. എനിവേ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ആശയം പോയില്ലേ? പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. അപ്പൊ നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചതിനെല്ലാം ഇപ്പൊ വിശകലനം ചെയ്യുമ്പോൾ അതെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമായിരിക്കണം നമ്മൾ ഇനി മനസ്സിലാവുന്നത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ഇതാണ്: ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഒരുപാട് ബന്ധന പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കണവരാ. എന്ത് ബോധ്യത്തിലാണ് അങ്ങനെ പ്രാർത്ഥിക്കണത്? എന്താ വ്യത്യാസം? ദൈവാത്മാവും അല്ലെങ്കിൽ പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദൈവം നല്ല പ്രചോദനങ്ങൾ തരും, പിശാച് ചീത്ത തരും. ഉത്തരം പൂർണ്ണമായില്ല. ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള പവർ ഡിഫറൻസ്, ശക്തിവിശേഷം അശുദ്ധാത്മാവ് വെറുപ്പിനെ നൽകുന്നു, ദൈവാത്മാവ് സ്നേഹം നൽകുന്നു. ദൈവം സത്യമാണ്, അശുദ്ധാത്മാവ് നുണയാണ്. അതൊക്കെ ശരി തന്നെയാണ്. പോസിറ്റീവ് എനർജിയാണ് ദൈവം, പിശാച് നെഗറ്റീവ് എനർജിയാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഉത്തരം പൂർണ്ണമായിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഇതിനൊക്കെ അതിൻ്റെ ഒരു രശ്മി മാത്രമേ ആവുന്നുള്ളൂ. അസ്തിത്വത്തിലാണ് ചിന്തിക്കേണ്ടത്. ദൈവം ആരാണ്? ദൈവം സൃഷ്ടാവാണ്. ദൈവം ആരാണ്? സൃഷ്ടാവാണ്. സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവം സർവാധിപനാണ്, സർവശക്തനാണ്, ഇൻഫിനിറ്റ് ആണ്. എന്നാൽ പിശാച് ആരാ? സൃഷ്ടിയാണ്. പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചതല്ല. സൃഷ്ടിയായിരുന്ന മാലാഖമാരുടെ വഴിപിഴച്ചപ്പോഴാണ് അവർ പിശാചായി മാറിയത്. അപ്പോ ആ സൃഷ്ടി എന്നുള്ള നിലയിൽ പിശാചിന്റെ വീര്യം, ശക്തി ദൈവത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒന്നുമല്ല. ഇത് വിശ്വസിച്ചാൽ ഇപ്പൊ മുതൽ നിങ്ങൾക്ക് ഭയങ്കര സമാധാനമായില്ലേ? ഇത് കേട്ടപ്പോ തന്നെ ഉള്ളിൽ ഭയങ്കര സമാധാനം വന്നു. അതാണ് സത്യം അറിയുക. അപ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രം. കഴിഞ്ഞ ധ്യാനത്തിലെ ഒരാൾ പറയായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ, അവൻ ധ്യാനം കൂടാൻ അങ്ങനെ പ്ലാനിട്ട് വന്നൊന്നുമില്ല, അങ്ങനെ വന്നു പെട്ടു.
അവനിത് കേട്ടിട്ട് ഭയങ്കര, അവൻ പറയാണ്, അവൻ തൃശ്ശൂർക്കാരൻ, അവനവിടെ ഈ ചാത്തൻ സേവാ മഠത്തിൽ പോയിട്ട് ആ ചാത്തൻ സേവ അത് കണ്ടു കഴിഞ്ഞാൽ ഭയാനകമായൊരവസ്ഥയാന്ന് പറഞ്ഞത്. എന്നിട്ട് അവനത് കണ്ട് പേടിച്ചിട്ട് അവൻ വർഷങ്ങളായിട്ട് അമ്മയുടെ കൂടെ ഇപ്പോഴും കിടക്കുള്ളൂ. 10-25 വയസ്സായ അവൻ. അത്രയ്ക്ക് പേടിയാ. പക്ഷേ ഇപ്പോഴാ മനസ്സിലായത്, ഈ ചാത്തനല്ല, അതിൻ്റെ അപ്പൂപ്പനായാലും അതെല്ലാം സൃഷ്ടിയാണ്. ദൈവമോ സൃഷ്ടാവ്. അപ്പൊ ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോ സൃഷ്ടിക്കാണോ സൃഷ്ടാവിനാണോ ശക്തി? അപ്പോ വിശ്വാസത്തിന്റെ അതാണ് മാനുഷികമായ, മാനുഷിക ജ്ഞാനത്തിലൂടെ ആൾക്കാർ കർത്താവ് ചോദിച്ചാനെ വരെ പിശാച് വിട്ടിട്ടില്ല. പിന്നെയാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. അവിടെ ഇവിടെയും പോയി ഇന്ന് പ്രാർത്ഥിക്കരുത്, തിരിച്ചടി ഉണ്ടാവും. ആ പിശാചൊക്കെ നിന്റെ തലയിൽ കയറൂട്ടോ. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് വല്ല ശക്തി ഉണ്ടാവോ? ഇപ്പൊ കർത്താവ് ചോദിക്കുക അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് എന്നിട്ട് ബന്ധന പ്രാർത്ഥന നടത്തുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ബന്ധന പ്രാർത്ഥനയേ ഇല്ല. ഇപ്പൊ ഇന്നലെ ആൽബിനച്ചന പറഞ്ഞു, സമാന്തര സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങളിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന ഇല്ലേ ഇല്ല. എന്തുകൊണ്ടാ? പിശാചിനെ അങ്ങനെ പോടാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വിശ്വസിച്ചാൽ മതി. എന്ത് വിശ്വസിക്കണം? എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം സൃഷ്ടാവാണ്. ആ ദൈവം പിശാചിനെ കീഴടക്കി കഴിഞ്ഞിരിക്കണം. യോഹന്നാന്റെ പ്രയോഗങ്ങൾ അഥവാ പ്രവർത്തനങ്ങൾ, വചനം, യോഹന്നാൻ ആദ്യം തന്നെ ബന്ധന പ്രാർത്ഥനയുടെ എല്ലാ ABCD പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആദിമേം ശബ്ദ ഥാ, शब्द ईश्वर की था, शब्द ईश्वरी था, सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना. उसमें जीवन था, उस जीवन संसार का ज्योति था, उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. അപ്പൊ ഡെലിവറൻസ് അല്ലേ? അപ്പോ ദൈവത്തിന്റെ വചനം, ശബ്ദമായ വചനം ശബ്ദമാകുമ്പോൾ സകലതും പ്രകാശിപ്പിക്കപ്പെടും. അന്ധകാരത്തിൽ അത് പ്രകാശം. അപ്പോൾ ആ വചനം പറയുകയാണെങ്കിൽ താനെ ഡെലിവറൻസ് നടക്കും. തമാശ പറയുകയാണെങ്കിൽ ആ തമാശയ്ക്ക് ഡെലിവറൻസ് നടത്താനുള്ള ശക്തിയൊന്നുമില്ല. ഓരോരുത്തർ എന്നെ ധ്യാനത്തിന് വിളിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ധ്യാനം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ ആലോചിച്ചു, എന്താണാവോ ക്യാൻസൽ ചെയ്തതെന്ന്. പറയണേ, എൻ്റെ ബ്രദറെ, നിങ്ങളുടെ ടോക്ക് കേട്ടാൽ ഭയങ്കര വചനം മാത്രമാണ്, കഠിനമാണ്. ഞങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് തമാശയൊക്കെ ഉണ്ടായാലേ. ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കുകയാണ് അവരുടെ ആ ഒരു ചിന്തയുടെ അവസ്ഥ. ഒരിക്കൽ ഒരു യൂത്ത് ധ്യാനത്തിൽ ഞാൻ നല്ല ശക്തമായ വചനങ്ങൾ വന്നു. എനിക്ക് നല്ല അഭിഷേകത്തിൽ എനിക്ക് മനസ്സിലായ പിള്ളേരെല്ലാം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു, ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, വേറൊരാൾ, ഈ ക്ലാസ്സിലില്ലാത്ത ആൾ, ലീഡേഴ്സിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ ഇത്രയും കടിച്ച പൊട്ടാത്ത വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് വല്ലതും മനസ്സിലാവും, ഞങ്ങൾക്ക് പോലും മനസ്സിലാകാനില്ല. വല്ല തമാശയൊക്കെ പറഞ്ഞ് അവരെ കയ്യിലെടുക്കണ്ടേ എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ ഇത്രയും ശക്തമായി, ഇത്രയും നെഞ്ചുപൊട്ടി ഹൃദയം തുറന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കുണ്ഠിതം തോന്നി. ഞാനപ്പോൾ ഈശോന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയോടെ, ഈശോയെ, ഞാൻ ഈ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ വചനം പ്രഘോഷിച്ചു, തമാശ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയായി. പക്ഷേ അപ്പോൾ കർത്താവ് പറയണേ, നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല,
ഞാൻ നട്ടുച്ചയ്ക്ക് ആ സമരിയാക്കാരിയുടെ അടുത്ത് പോയിട്ട് തമാശ പറയാണോ ചെയ്തേ? ഓ, സമാധാനമായി ഇല്ലേ? നട്ടുച്ചയ്ക്ക് സമരിയാക്കാരിയുടെ അടുത്ത് പോയി കിണറ്റിൻകരകെ എന്നിട്ട് തമാശ പറഞ്ഞോ അവളോട് വളരെ ഗഹനമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ ഡെലിവറൻസ് നടക്കണമെങ്കിൽ എന്ത് വേണം? വചനം എന്ത് അർത്ഥത്തിൽ പറയണം? തമാശയായിട്ടല്ല പറയേണ്ടത്. ആദിയിൽ വചനമാണ് ഉണ്ടായത്. ഈ സകലതും ഈ വചനത്തിലൂടെ ഉണ്ടായി. ആ വചനം നമ്മൾ മലയാളം കുർബാനയിൽ പാടുന്നുണ്ട്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൽ അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. അടുത്ത വചനം, അടുത്ത വരി. വാനവിധാനങ്ങൾ ഉല്ലൂഷിക്കുന്നു. മതി, കണ്ടോ? എന്താ ഈ വാനവിധാനങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്ത് പറഞ്ഞിട്ട്? തൻകരവിരുതല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഇത് കുർബാനയിൽ ആ വചനം വായിക്കുന്നതിന് മുമ്പ് പാടുന്നതിന്റെ അർത്ഥം എന്താ? കണ്ടോ? ഭയങ്കര അപ്രോപ്രിയേറ്റ് ആണ്. ഈ വായിക്കാൻ പോകുന്ന വചനമാണ് ഈ വാനവിധാനങ്ങളെയും അമ്പരമനവരതം അമ്പരത്തിനെല്ലാം സൃഷ്ടിച്ചത്. ഇനി പാടുമ്പോ അത് മനസ്സിലാക്കി പാടൂല്ലേ? അപ്പോ അത് 19-ാം സങ്കീർത്തനമാണ്. അത് 19-ാം സങ്കീർത്തനം ഇങ്ങനെയാ: ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടത്തെ കരവേലയെ. അപ്പോ അവിടുത്തെ കരവേല 19-ാം സങ്കീർത്തനം. അപ്പൊ നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് അവതീർണ വചനമാണ്. ഇത് മനുഷ്യനായി അവതരിച്ച വചനമാണ്. ഈ വചനത്താലാണ് ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത്. അദൃശ്യമായ ശക്തിയിലൂടെ ദൃശ്യമായവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ആ വചനം പ്രകാശമാണ്. ആ പ്രകാശം അന്ധകാരത്തിൽ പ്രകാശിക്കുമ്പോൾ അന്ധകാരത്തിന് അതിനെ കീഴടക്കാൻ എന്ന് വിശ്വസിക്കണം. എന്നിട്ട് വചനം പറയുമ്പോൾ എല്ലാ ഡെലിവറൻസും നടക്കണം. നമ്മൾ കിടന്ന് ബഹളം ഉണ്ടാക്കി പിശാചെ പോടാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ യോഹന്നാന്റെ സുവിശേഷമാണ് അവസാന സുവിശേഷ ഭാഗം. നമ്മൾ വിശ്വസിക്കണം. ഒരിക്കൽ ഒരു കൺവെൻഷൻ നടക്കണടുത്ത് ഒരു പെണ്ണ് ഭയങ്കര പിശാച് ബാധയിൽ ആയി എന്നുള്ള മാതിരി ബഹളം ഉണ്ടാക്കണം, കസേര എടുത്ത് വലിച്ചെറിയണം. അപ്പോൾ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി പിടിച്ചുകൊണ്ടുവന്നു കൺവെൻഷന്റെ ലീഡറുടെ അടുത്ത് കൊണ്ടുവന്നു. കൺവെൻഷൻ ലീഡർ പറഞ്ഞു ഇതിനെ ഒഴിപ്പിക്കണം, ഇതിന് ബന്ധന പ്രാർത്ഥന നടത്തണം. എന്നിട്ട് അയാൾക്ക് കേട്ടിട്ടുണ്ട് കുരിശ് കണ്ട പിശാച് പോകുന്നു ഇല്ലേ. ഇയാളൊരു കുരിശൊക്കെ ആയിട്ട് വന്ന് പറഞ്ഞ് പോടാ പിശാച് എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് കുറേയും കൂടി അലറാൻ തുടങ്ങിയപ്പോ ഇയാൾക്ക് ദേഷ്യമായി. ഇയാൾ പറഞ്ഞിട്ട് നിന്നോട് പോകാൻ പറഞ്ഞില്ലേ, പോ, യേശുവിന്റെ നാമത്തിൽ പോടാ പിശാച് എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് കൂടുതലായിട്ട് അപ്പൊ അവളുടെ തലമുടിക്ക് പിടിച്ചിട്ടുണ്ട്, അലറാൻ തുടങ്ങി. അപ്പൊ വാസ്തവത്തിൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? പിശാച് ഇയാളുടെ അടുത്തേക്ക് വന്നു. ഇയാൾക്ക് ദേഷ്യമായി. ഇയാൾ അവളുടെ വായിൽ ആ കുരിശം കുത്തിക്കയറ്റി. ഓ എന്ന് പറഞ്ഞു. പിശാച് പോകുമോ? അപ്പൊ ഈ പിശാചിനെ ഒഴിപ്പിക്കുന്ന ആള് അല്ലെങ്കിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ആൾക്ക് ഇതേമാതിരി ഒന്നും ചെയ്യരുത്. ഹൃദയത്തിൽ ഭയങ്കര സ്നേഹത്തോടും കരുണയോടും, പിശാച് എന്ന് പറയുന്നത് വെറും സൃഷ്ടി മാത്രമാണ്. ദൈവം സർവശക്തനായ സൃഷ്ടാവാണ്. ആ ദൈവം അവളിലുണ്ട്, നമ്മളിലുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ അതിനെ പുറത്തായിക്കോ. യേശുവിൻ്റെ നാമത്തിൽ പിശാചേ ഈ വ്യക്തിയെ വിട്ട് പോയിക്കൊള്ളുക.
എന്ന് സാവധാനം വിശ്വാസത്തിൽ പറഞ്ഞാൽ മതി, സ്നേഹത്തിൽ പറഞ്ഞാൽ മതി. പിശാചിനോട് പോലും നമുക്ക് വൈരാഗ്യം വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരോട് വൈരാഗ്യം വെക്കണോ ആ വൈരാഗ്യം നമ്മളിൽ വരണം. എനിക്കൊരു സംഭവം ഉണ്ടായത് ഒരു ഡിവൈനിൽ വെച്ചാൽ ഇതേമാതിരി ഭയങ്കര ബഹളമായി. അപ്പോൾ വന്ന് പറഞ്ഞു, അവര് ഒരു പെണ്ണ് കസേരയ്ക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് 2 കന്യാസ്ത്രീമാരെ അവരെ കൂടി കയറി പിടിച്ചു. ആ കന്യാസ്ത്രീയുടെ കൈ കടിച്ചിട്ട് ഒരു കഷ്ണം പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഭയങ്കര മൂത്ത പിശാച എന്നും പറഞ്ഞ് അതിനെ കെട്ടി ഒരു മുറി കൊണ്ടുവന്നിട്ടു. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണിൻ്റെ നേരത്ത് നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ധ്യാനഗുരു ഇതൊക്കെ സോൾവ് ചെയ്യണ്ടേ? അങ്ങനെ ഉച്ചയ്ക്ക് ഇവരെല്ലാം നോക്കി നിൽക്കാം, ധ്യാനം എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടും. അപ്പോൾ ഈ കന്യാസ്ത്രീയുടെ കൈയും ഇതൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലുകയാണ്. ആ പെണ്ണ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം, മുറിയുടെ അകത്ത് കിടന്ന്. അപ്പോൾ ഞാനിങ്ങനെ ജനലിൽ കൂടിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവം സ്നേഹമാകുന്നു. അതിൻ്റെ ഓപ്പോസിറ്റാണ് പിശാച്. ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, പിശാച് വെറുപ്പും വിദ്വേഷവുമാകുന്നു. അപ്പൊ അവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും കിട്ടിയേക്കണ ക്വാളിറ്റി ആ വെറുപ്പാണ്. അതെല്ലാം കൂടി കൂടിയിട്ട് ആ വെറുപ്പാണ് പിശാചായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ സ്നേഹിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി, ഞങ്ങളെല്ലാവരും നിന്റെ സഹോദരന്മാരാണ്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന്, കർത്താവേ, ഇവൾക്ക് ജീവിതത്തിൽ സ്നേഹം കിട്ടാത്ത അവസ്ഥയിലേക്കെല്ലാം ഇപ്പോൾ അങ്ങയുടെ സ്നേഹം ഒഴുകണമേ. അങ്ങ് ഇവൾക്ക് കൂടി വേണ്ടിയാണല്ലോ സ്നേഹം ഒഴുക്കിയത്. അങ്ങയുടെ സ്നേഹം അനന്തമാണല്ലോ, അങ്ങയുടെ സ്നേഹം അസ്തമിക്കാത്തതാണല്ലോ, അങ്ങയുടെ സ്നേഹം എല്ലാവർക്കും കൊടുക്കുന്നതാണല്ലോ. നീതിമാനും നീതിരഹിതനെ അങ്ങ് സ്നേഹിക്കുന്നുവല്ലോ, അങ്ങ് ഇവളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അലർച്ച മാറി, അത് ശാന്തമായി. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി പ്രാർത്ഥിക്കാനൊരു പ്രചോദനമായി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി. സ്നേഹിക്കാൻ ചുമ്മാ സ്നേഹിച്ചാൽ മതി. ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ നടത്താം, സ്നേഹമില്ലാണ്ട് നടത്താമല്ലോ. ഇപ്പോൾ ഒരാൾ ധ്യാനകേന്ദ്രത്തിൽ വെള്ളം ഫ്ലൈറ്റ് കഴിഞ്ഞെടുത്ത് ആ വെള്ളം കുറച്ചങ്ങ് തുറന്നിട്ട് ഇവിടെ നടത്തിയിരുന്ന വോളണ്ടിയർ പറഞ്ഞു, എടാ ഇതൊക്കെ നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്നുള്ള വെള്ളമാണ്, മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ ഇങ്ങനെ സ്നേഹിക്കാം. ഇങ്ങനെ അപ്പൊ കേട്ടാള്, ദൈവമേ, ധ്യാനകേന്ദ്രത്തിലെ വോളണ്ടിയറുടെ സ്നേഹം കിട്ടും. വേറൊരു ധ്യാനകേന്ദ്രത്തിൽ ഒരാൾ തലേ ദിവസം വൈകുന്നേരത്തെ വന്നു. കാരണം രാവിലെ ധ്യാനം തുടങ്ങുമ്പോൾ ദൂരദേശത്തു നിന്ന് വരുന്നവരെത്തൂല. പക്ഷേ അവിടുത്തെ അധികാരി പറഞ്ഞു, നിങ്ങൾക്ക് നാളെ രാവിലെ ധ്യാനം തുടങ്ങുന്ന അറിഞ്ഞൂടെ, അതുകൊണ്ട് ഇവിടെ കയറ്റൂല, പുറത്ത് കിടന്നോളൂ. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു വിട്ടതാ ഇവനെ ധ്യാനം കൂടാൻ. അവൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇവിടെ ധ്യാനം കൂടൂല, എനിക്ക് ധ്യാനം വേണ്ട. ഇതേമാതിരിയാണ് എന്നോട് ഇവർ പറയണത്. ഞാൻ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കിടന്നോളാം, പക്ഷെ എൻ്റെ അകത്ത് കയറ്റണില്ല. ഇതാണ് നിയമവും ചട്ടവും പാലിക്കുമ്പോൾ ഉള്ള പ്രശ്നം. നിയമമാണ്, ഞങ്ങളുടെ ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, മോനെ, നീ ഇത്രയും ദൂരം അവിടെ ചെന്നതല്ലേ, നീ ക്ഷമിക്ക്. ഇത് നിനക്ക് അനുവദിച്ചൊരു സഹനമായിരിക്കാം. എന്നിട്ട് ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ്, അവർ പുറത്ത് കിടന്ന കാര്യവും മഞ്ഞിൽ കിടന്ന കാര്യവും അങ്ങനെയൊക്കെ കുറേയൊക്കെ പറഞ്ഞ്, അവനൊരു കണക്കിന് നീ പുറത്ത് നേരം വെളുക്കുന്നവരെ അവിടെ തന്നെ പുറത്തിരിക്കുക. ഭയങ്കര കൊതുകാണ്, ഭയങ്കര തണുവാണ്. ഞാൻ പറഞ്ഞു, അതിനൊക്കെ അങ്ങ് സ്നേഹിക്കുക. കൊതുകിനെ സ്നേഹിച്ചാൽ കൊതുക് നിന്റെ സുഹൃത്താവും. ആ നിന്നെ വഴക്ക് പറഞ്ഞ അധികാരികളെ സ്നേഹിച്ചാൽ അവരെ നീ കീഴടക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ഡെലിവറൻസ് നടത്തിയ സംഭവം, ഞാൻ അവരെ അങ്ങ് സ്നേഹിച്ചു, എല്ലാവരോടും സ്നേഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെണ്ണ് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ കഥക് തുറന്നു. അത് കൂളായിട്ട് വന്നിട്ട് ആ കന്യാസ്ത്രീനെ കെട്ടിപ്പിടിച്ച് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് കുറേ ഉമ്മയും കൊടുത്ത്, അയ്യോ ഞാൻ എന്തോ ഒരു മഹാഭാഗ്യം. എന്നിട്ട് അതിനെ കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല.
അപ്പൊ നമ്മൾ ഡെലിവറൻസ് നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ആ ബന്ധന പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇവിടെ. അതിൻ്റെ അർത്ഥം ദൈവം, സർവശക്തനായ ദൈവം സൃഷ്ടാവാണെന്നും സകല പിശാചുക്കളും ചേർന്നാലും സൃഷ്ടിയാണ് അവർ. ഒന്ന് ചിന്തിച്ചേ, ഒന്ന് പൂർണ്ണമായ ബോധ്യത്തിൽ വന്നേ. അതുകൊണ്ട് നമ്മൾ പിശാചിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ പിശാച് രാത്രി വന്ന് നമ്മളെ കുറക്കിന് പിടിക്കണ്ടാവും. ഒരാഴ്ച കൊണ്ട് എന്തിനാ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാ. ഞാൻ അങ്ങനെയൊക്കെ ഇത് പഠിച്ചത്. രാത്രി പിശാച് വന്ന് എന്നെ പീഡിപ്പിച്ചപ്പോൾ ആരെ വിളിക്കും? ഞാനപ്പോൾ അച്ഛനെ വിളിക്കാൻ പോണം? ആരെ വിളിക്കാൻ പോണം? എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് കട്ടിൽമേന്ന് എണിക്കാനേ പറ്റില്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ദൂരെ പോവുക. തനി പോയി, എടാ നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ അന്നു മുതൽ നമുക്ക് മനസ്സിലായി, യേശുവിന്റെ നാമം പറഞ്ഞാൽ പിശാച് പോകും. അതാണ് ഈശോ പറഞ്ഞത്, എന്റെ നാമത്തിൽ വിശ്വാസികൾക്ക് ഈ ചിഹ്നമുണ്ടാകും. എന്താണ് അവരുടെ ചിഹ്നം? എന്റെ പേര് പറഞ്ഞാൽ മതി, പിശാച് പോകും. ഇനി മറ്റേ വലിയ പിശാചുക്കളാണ്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെയും രാജ്യമാണ്. നിയമം പാലിക്കാത്തവരെ ശിക്ഷിക്കുന്ന രാജ്യമല്ല, നിയമം പാലിക്കാത്തവരെയും അനുഗ്രഹിക്കുന്ന രാജ്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഇപ്പൊ നമുക്ക് നിർത്താം, ഇല്ലേ? ഭക്ഷണത്തിനായിട്ട് നിർത്താം. നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ചിന്തകൾ, ഈ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരുന്ന നന്ദി പറയുന്നു. ഈ ബോധ്യങ്ങൾ അനുസരിച്ച് ഇനി ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങളിലേക്ക് ആ ദൈവരാജ്യത്തിന്റെ വിസ്മയനീയത ഉണരുന്നതിനും ഞങ്ങൾ അത് ഉപയോഗിച്ച് വിചിന്തനം ചെയ്യുന്നതിനും ഞങ്ങളുടെ വിശ്വാസം വളരുന്നതിനും ഇടയാകണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉള്ള എല്ലാ തരത്തിലുള്ള അജ്ഞതയും അകറ്റണമേ. ദൈവത്തിന്റെ രാജ്യം ദൈവജ്ഞാനത്തിലൂടെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ കരുണയും സ്നേഹവും നിറയണമേ. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. അബാ പിതാവേ, കരുണയാണ് അങ്ങ്. അങ്ങ് കരുണ മാത്രമാണ്. അങ്ങ് എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങ് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവരുടെ മേലും തിന്മ ചെയ്യാത്തവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നു. ദൈവമേ, ഈ മനോഭാവത്തോടെ എല്ലാവരെയും കാണാൻ, യേശുവിന്റെ കണ്ണുകളിലൂടെ കാണാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആരെയും ശിക്ഷിക്കാത്ത ദൈവമാണ്. അതാണ് ശുഭസന്ദേശം, അതാണ് സദ്വാർത്ത, അതാണ് സുവിശേഷം. ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. ശിക്ഷയുടെ പ്രഘോഷണം ഒരു സുവിശേഷമല്ല. അത് ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുകയുമില്ല. അതിലൂടെ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ഒരു ചിന്തയുണ്ടാകുന്നു. ഒരു കർക്കശക്കാരനായ മുതലാളി ഒരാള് കൊടുത്ത നാണയം വർദ്ധിപ്പിച്ച് 10 മറ്റേയാളത് വർദ്ധിപ്പിച്ച് 5 വേറൊരാൾ അങ്ങനെ തന്നെ തൂവാലയിൽ പൊതിഞ്ഞു വെച്ചിട്ട് വന്ന് പറഞ്ഞു, ഇതാ അങ്ങ് തന്ന നാണയം, അങ്ങനെ തന്നെ പിടിച്ചോ. കാരണം എനിക്കറിയായിരുന്നു നീ ഒരു കർക്കശക്കാരനും വെക്കാത്തടത്ത് എടുക്കുന്നവനും വെക്കാത്തടത്ത് കൊയ്യുന്നവനുമായിരുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ആ വിചാരത്തെ മാറ്റണേ. ദൈവം ഒരു കർക്കശക്കാരനാണെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നാണയം അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. മറിച്ച് ദൈവം കരുണാസമ്പന്നനും ദയാസാഗരവും സർവാധിപനുമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മളുടെ ഒരു നാണയം 10 ആ 10 നാണയം ഉണ്ടായവനോട് പറഞ്ഞു, നീ 10 നഗരങ്ങളുടെ മേൽ ആധിപത്യം തരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് അധികം താമസിയാതെ പെട്ടെന്ന് വരാം. 1/2 മണിക്കൂർ.